നമ്മുടെ കൂടെ ഹല്ലേലൂയ സ്തോത്രം പാട്ട് പാടുവാൻ വേണ്ടിയിട്ട് സിസ്റ്റർ ലിൻറ്റ ജോസഫ് നമ്മളോട് കൂടെ ഉണ്ടല്ലോ. ഈ സമയത്ത് പാട്ട് പാടുവാൻ വേണ്ടിയിട്ട് കർത്താവിന്റെ ദാസിയെടുത്ത് അപേക്ഷിച്ചു കൊള്ളുന്നു. എന്റെ സ്തുതിയും പാട്ടുമേ എന്റെ സകല പ്രശംസയും യേശുവിൻ ക്രൂശിൽ മാത്രം. എന്റെ കൂടാരം പൊളിയുവോളം യേശുവിൻ ക്രൂശിൽ മാത്രം. എന്റെ കൂടാരം പൊളിയുവോളം എനിക്കായി ജീവൻ തന്ന യേശുവിലാണെനിക്കെല്ലാം. എനിക്കായി ജീവൻ തന്ന യേശുവിലാണെനിക്കെല്ലാം. അവൻ എന്നെ നടത്തിയിടുന്നു തിരുഹിതം പോലെയെന്നും. അവൻ എന്നെ നടത്തിയിടുന്നു തിരുഹിതം പോലെയെന്നും. എന്റെ സ്തുതിയും പാട്ടുമേ എന്റെ സകല പ്രശംസയും യേശുവിൻ ക്രൂശിൽ മാത്രം. എന്റെ കൂടാരം പൊളിയുവോളം യേശുവിൻ ക്രൂശിൽ മാത്രം. എന്റെ കൂടാരം പൊളിയുവോളം അനുഗ്രഹത്താൽ അനുദിനവും ആശ്വാസത്താൽ അനുനിമിഷം. അനുഗ്രഹത്താൽ അനുദിനവും ആശ്വാസത്താൽ അനുനിമിഷം. നിറയ്ക്കുവാനെൻ ജീവനാഥൻ യേശു മതിയായവൻ. നിറയ്ക്കുവാനെൻ ജീവനാഥൻ യേശു മതിയായവൻ. എന്റെ സ്തുതിയും പാട്ടുമേ എന്റെ സകല പ്രശംസയും യേശുവിൻ ക്രൂശിൽ മാത്രം. എന്റെ കൂടാരം പൊളിയുവോളം യേശുവിൻ ക്രൂശിൽ മാത്രം. എന്റെ കൂടാരം പൊളിയുവോളം കഷ്ടങ്ങളിൽ രോഗദുഃഖത്തിൽ എനിക്കേറ്റവും അടുത്ത തുണയാ. കഷ്ടങ്ങളിൽ രോഗദുഃഖത്തിൽ എനിക്കേറ്റവും അടുത്ത തുണയാ. യേശു നല്ല നാഥൻ എനിക്കേശു മതിയായവൻ. യേശു നല്ല നാഥൻ എനിക്കേശു മതിയായവൻ. എന്റെ സ്തുതിയും പാട്ടുമേ എന്റെ സകല പ്രശംസയും യേശുവിൻ ക്രൂശിൽ മാത്രം. എന്റെ കൂടാരം പൊളിയുവോളം യേശുവിൻ ക്രൂശിൽ മാത്രം. എന്റെ കൂടാരം പൊളിയുവോളം എന്റെ ധനവും ജ്ഞാനവും എന്റെ നീതി വിശുദ്ധിയും എന്റെ ധനവും ജ്ഞാനവും എന്റെ നീതി വിശുദ്ധിയും എല്ലാം യേശുവിലാ.
അവനെന്നും മതിയായവൻ എല്ലാമേ യേശുവിലാ അവനെന്നും മതിയായവൻ എന്റെ സ്തുതിയും പാട്ടുമേ എന്റെ സകല പ്രശംസയും യേശുവിൻ ക്രൂശിൽ മാത്രം എന്റെ കൂടാര പൊളിയോളം യേശുവിൻ ക്രൂശിൽ മാത്രം എന്റെ കൂടാര പൊളിയോളം യേശുവിൻ ക്രൂശിൽ മാത്രം എന്റെ കൂടാരം പൊളിയോളം. Amen. Hallelujah. Thank you, Sister Linda Joseph. Hallelujah. സ്തോത്രം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഹാലലിയ സ്തോത്രം കർത്താവിന്റെ അക്രൂശല്ലാതെ കണ്ടും പ്രശംസിപ്പാൻ വേറൊന്നും തന്നെ ഇല്ല. ഹാലലിയ സ്തോത്രം. ഹാലലിയ ഒരു ക്രിസ്ത്യന്റെ ഗോൾ എന്ന് ക്രിസ്ത്യൻ ഒരു ബിലീവറിന്റെ ലൈഫിൽ ഹാലലിയ സ്തോത്രം ദി ഓൺലി ഫോക്കസ് ഹാലലിയ സ്തോത്രം. ആൻഡ് നമ്മുടെ ആ ക്രൂശിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ നമ്മൾ ഉയർത്തുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് അക്രോസ് വെക്കുമ്പോൾ ഹാലലിയ സ്തോത്രം ഈ ലോകത്തിലുള്ളതൊക്കെ ഹാലലിയ എത്ര നശ്വരമാണെന്നുള്ളതും എത്ര താൽക്കാലികം ഇറ്റ്സ് ഓൾ ഫോർ എ മോമെന്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുവാൻ ഹാലലിയ സ്തോത്രം നമുക്ക് അനുദിനവും കഴിയുമല്ലോ. ഒരു വിശ്വാസിയെ ബലപ്പെടുത്തുന്നതാണ് ദ ക്രോസ് ഹാലലിയ ആൻഡ് ദ ക്രോസ് ഇസ് അവർ ഫ്യൂച്ചർ. ഇറ്റ് ഇസ് അവർ ഹോപ്പ് ഹാലലിയ സ്തോത്രം ദ ബ്ലെസ്സഡ് ഹോപ്പ് ഹാലലിയ സ്തോത്രം. അതൊക്കെ അതുകൊണ്ട് ഹാലലിയ സ്തോത്രം കേൾപ്പിച്ച നല്ല പാട്ടിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും കർത്താവിന്റെ ദാസ്യം ഹാലലിയ സ്തോത്രം ദൈവം അനുഗ്രഹിക്കട്ടെ. ആ പാട്ടി പറഞ്ഞതിന്റെ പോലെ ഈവൻ ദ ടാലൻസ് ഹാലലിയ എല്ലാം ഓൾ ദ ഗ്ലോറി ഗോസ് ടു ഗോഡ് ഹാലലിയ സ്തോത്രം. ആകയാൽ നമുക്ക് അനുദിനവും ദൈവത്തിൽ നമ്മൾ സന്തോഷിച്ച് പ്രശംസിച്ചുകൊണ്ട് കർത്താവിന്റെ ക്രൂശയിൽ മാത്രം നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് മുൻപോട്ട് നയിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു സിസ്റ്റർ ലിൻഡ. തുടർന്നും നമുക്ക് ഹാലലിയ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കാം. സിസ്റ്റർ സുധ ബേബി ഐസക് ആണല്ലോ. സിസ്റ്റർ ബിജി പറഞ്ഞതിന്റെ കൂട്ട് അസാഡി മലയാളത്തില് ആ ടെസ്റ്റ്മണിയിൽ കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യമുണ്ട്. ഹാലലിയ. എന്നാൽ നമുക്ക് ഇന്ന് ഈ ഓക്ലഹോമ പ്രയർ ലൈനിൽ നമുക്ക് കേൾക്കുവാൻ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലോ. ഇറ്റ്സ് എ ബ്ലെസ്സിംഗ്. കർത്താവിന്റെ ദാസിയിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് let the presence of the Lord continue to be with each one of us. Sister. Thank you. കേൾക്കാവോ? കേൾക്കുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല. ലൈൻ ഇസ് ക്ലിയർ. താങ്ക് യു. ഇങ്ങനൊരു അവസരം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഓക്ലഹോമ പ്രയർ ലൈനിലെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ സിസ്റ്റർ സൂസിനാണ് എനിക്ക് ആക്ച്വലി ഇങ്ങനൊരു കണക്ഷൻ തന്നത്. താങ്ക് യു. എന്നെ വിളിച്ചതിന് നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി നല്ല പാട്ട് പാടി നന്ദി പറയുന്നു. ബ്യൂട്ടിഫുൾ സോങ് ആക്ച്വലി, അനോയിന്റഡ് സോങ്. അതുപോലെ നിങ്ങൾ ഒത്തിരി ദൈവത്തെ സ്നേഹിക്കുകയും ഐ വാസ് ലിസ്ണിംഗ് ടു യു ഫ്രം 5 to 9. അപ്പം പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇന്റർസീഡ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സഭയെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രയർ ലൈനെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് വേണ്ടി ഇനിയും ദൈവത്തിന് വേണ്ടി കത്തി എരിയുവാൻ തക്കണം ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. ലെറ്റ്സ് പ്രേ ആൻഡ് സ്റ്റാർട്ട്. പ്രിയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ലോർഡ്, വി ലവ് യു. വി താങ്ക് യു ലോർഡ്. ഞങ്ങൾ അങ്ങേക്കുള്ളതാ കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വചനം അങ്ങയുടേതാണ്, ഞങ്ങൾ അങ്ങയുടേതാണ് കർത്താവേ. ലോർഡ്, ഡു ആസ് യു ലൈക്ക് ലോർഡ്. ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളെ ചലഞ്ച് ചെയ്യണമേ, ഞങ്ങളെ യൂസ് ചെയ്യണമേ കർത്താവേ. അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി കർത്താവേ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോർഡ്, ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടെ ഇടപെടണം പരിശുദ്ധാത്മാവേ. ലോർഡ്, യു സ്പീക്ക് ടു മീ ആൻഡ് സ്പീക്ക് ത്രൂ മീ ലോർഡ്. അങ്ങയുടെ നാമം മാത്രം കർത്താവേ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശുവിന്റെ നാമത്തെ ചോദിക്കുന്നു പിതാവേ. ആമേൻ. സോ ഇന്നത്തെ കുറച്ച് സമയത്തെ ചിന്തയ്ക്കായിട്ട് ലെറ്റ്സ് ടേൺ അവർ ബൈബിൾ ടു മാത്യു chapter 28 verses 18 to 20. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 18. ഞാൻ വായിക്കാം. 18 to 28, right? 18 to 20, 18 മുതൽ 20 വരെ. ഓക്കെ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നരുളി ചെയ്തു. ആമേൻ. ഇന്ന് പ്രേരണയിൽ വചനം ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഓർക്കുമായിരുന്നു. മേ ബി ഫസ്റ്റ് സാമുവേലിൽ നിന്ന് ഞാൻ ഓർക്കുമായിരുന്നു. മേ ബി ദാവീദ് ദൈവത്തിൽ സ്ട്രെങ്ത് ഉണ്ടായതും, അല്ലെങ്കിൽ ഫിലിപ്പീൻസ് ചാപ്റ്റർ 4 എന്നൊക്കെ പ്രസംഗിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ എന്റെ ഹൃദയം എന്നെ ഇതിലേക്ക് മാത്രമേ എന്നെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ദാറ്റ്സ് ഞാൻ ഇതിന് ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്കറിയാം, മത്തായി 28:18 മുതലുള്ള വാക്യം എന്ന് പറഞ്ഞാൽ അത് ഗ്രേറ്റ് കമ്മീഷനെ കുറിച്ചുള്ളതാണ്. നിങ്ങൾക്കൊക്കെ വളരെ പരിചിതമായ കാര്യങ്ങളാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ അതിന് വേറൊരു രീതിയിൽ പറയാനായാണ് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ യു ക്യാൻ കോൺട്രിബ്യൂട്ട് ആക്ച്വലി. അപ്പം ഇത് യേശുക്രിസ്തു സ്വർഗാരോഹണത്തിന് മുന്നായി പറയുന്ന കാര്യമാണ്. ഇപ്പം ഏത് വ്യക്തിയാണെങ്കിൽ തന്നെയും മരിക്കുന്നതിന് തൊട്ടുമുന്ന് പറയുന്ന കാര്യം നമ്മൾ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെ? നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇത് യേശുക്രിസ്തു ശിഷ്യന്മാരോട് കൂടെ ജീവിച്ച് ആൾക്കാരെ പഠിപ്പിച്ചു, ഹീൽ ചെയ്തു, ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു, ക്രൂശ് മരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുന്നായി പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ ദിസ് ഇസ് കോൾഡ് ഗ്രേറ്റ് കമ്മീഷൻ. ഈ ഗ്രേറ്റ് കമ്മീഷനിൽ ഇവിടെ ഈ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ഇവിടെ 6 കാര്യം നമുക്ക് കാണുവാൻ കഴിയും. എന്തൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഓൾ അതോറിറ്റി has been given to me. അപ്പോൾ എല്ലാ അധികാരവും, നമ്മൾ പലപ്പോഴും ലോകത്തിന്റെ പല പല കാര്യങ്ങൾ നോക്കുമ്പോൾ, നമ്മുടെ മോഡിയെ നോക്കുമ്പോഴോ, നമ്മുടെ പ്രധാനമന്ത്രി മോഡിയെ നോക്കുമ്പോഴോ, അല്ലെങ്കിൽ ബൈഡനെ നോക്കുമ്പോഴോ, ലോകത്തിന്റെ അല്ലെങ്കിൽ ഹിറ്റ്ലർ നോക്കുമ്പോഴോ, ഓരോരുത്തർ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദേ ആർ സോ പവർഫുൾ, ദേ ആർ ക്രഷിംഗ് ദ ഗോസ്പൽ, അല്ലെ? ഇവരെത്രയും ഭയങ്കര പവർഫുൾ ആണ്, സുവിശേഷത്തെ ഇങ്ങനെ ക്രഷ് ചെയ്യുന്നു. പക്ഷെ ജീസസ് ഇവിടെ പറയുന്നത് എന്താണ്? ഓൾ അതോറിറ്റി, എല്ലാ അധികാരവും യേശുവിനുള്ളതാണ്. അടുത്ത കാര്യം എന്താ പറയുന്നത്? ഗോ മേക്ക് ഡിസൈപ്പിൾസ്, പോയി ശിഷ്യരാക്കിക്കൊള്ളണം. ആരെയാ? തേർഡ് തിങ്, ഓൾ നേഷൻസ്. ഫോർത്ത് തിങ് എന്താണ് പറയുന്നത്? ബാപ്റ്റൈസിങ് ദം ഇൻ ദ നെയിം ഓഫ് ഫാദർ ആൻഡ് ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ഇപ്പൊ നമുക്ക് ഇവിടെയാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ആണെങ്കിലും പാസ്റ്റേഴ്സ് ഉണ്ട്. അതിപ്പോ ഒരാൾ രക്ഷിക്കപ്പെട്ടു വന്നാൽ സ്നാനത്തിന് അവർ ഒരുങ്ങിക്കഴിഞ്ഞാൽ സ്നാനപ്പെടുത്താൻ ആളുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം വേൾഡ് ഇവാഞ്ചലിസം കോൺഫറൻസിൽ കേട്ടതാണ്, മുസ്ലിം കൺട്രീസിൽ പലപ്പോഴും സ്ത്രീകളാണ് ചർച്ച നടത്തുന്നത്. കാരണം സ്ത്രീകളാണ് കർത്താവിനെ കണ്ടെത്തിയതും ചർച്ച നടത്തുന്നതും. അപ്പം ഒരുപക്ഷെ പാസ്റ്റേഴ്സിനെ കിട്ടിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു റിമോട്ട് ഏരിയയിൽ കർത്താവിനെ സുവിശേഷം പറയുമ്പോൾ ഒരുപക്ഷെ ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ സ്നാനപ്പെടുത്താൻ, അപ്പം സ്നാനപ്പെടുത്തുന്ന ഇവിടെ ആ സ്നാനപ്പെടുത്തുന്ന ആളിന്റെ ക്വാളിഫിക്കേഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ആരോടെ ഈ പറയുന്നത്? ഡിസൈപ്പിൾസിനോട്. ഡിസൈപ്പിൾ എന്ന് പറഞ്ഞാൽ യേശുവിനെ സ്നേഹിക്കുകയും യേശുവിന്റെ വഴി നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ പുറകെ പോകുന്ന ഒരു വ്യക്തിയാണ് ശിഷ്യൻ, അല്ലെ? യേശുവിന്റെ വചനത്തെ പ്രമാണിച്ച് നടക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ആ വ്യക്തി വേറൊരു വ്യക്തിയെ ഉളവാക്കുമ്പോൾ, വേറൊരു വ്യക്തിയെ ഡിസൈപ്പിൾ ആക്കുമ്പോൾ സ്നാനപ്പെടുത്താൻ അത് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ബാപ്റ്റൈസിങ് ദം ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അഫ്കോഴ്സ് ഒരു ചർച്ച ഉണ്ടെങ്കിൽ, പാസ്റ്റർ ഉണ്ടെങ്കിൽ, ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. പക്ഷെ അല്ലെങ്കിൽ ഇവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വേറെ ഒന്നും തന്നെ പറഞ്ഞാൽ ഒരു ഡിസൈപ്പിൾ ക്യാൻ ബാപ്റ്റൈസ് അനദർ ഡിസൈപ്പിൾ. അപ്പൊ ഫോർത്ത് തിങ് ഇസ് ബാപ്റ്റൈസ്. ഫിഫ്ത്ത് തിങ് ഇസ് ടീച്ച് ടു ഒബേ. അതാണ് എന്റെ ഇന്നത്തെ സബ്ജക്ട് ആക്ച്വലി, ടീച്ച് ടു ഒബേ. ഐ വിൽ കം ടു ദാറ്റ്. ആൻഡ് സിക്സ്ത് തിങ് എന്ന് പറഞ്ഞാൽ behold, lo, I am with you always, even to the end of the ages. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രോമിസ് ആണ്, ഞാൻ നിങ്ങളോട് കൂടെ ലോകാവസാനത്തോളം ഉണ്ട്. അപ്പം what I want to encourage people are like evangelism will lead to discipleship and discipleship will lead to evangelism. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം
ഇവാഞ്ചലിസം, നമ്മൾ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ അവരെ നമ്മൾ ഡിസൈപ്പിൾഷിപ്പിലേക്ക് നയിക്കും. ആ ഡിസൈപ്പിൾസ് എന്ത് ചെയ്യും? ഇൻ ടേൺസ് വിൽ ഇവാഞ്ചലൈസ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായി നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാനിവിടെ പറഞ്ഞ ഗ്രേറ്റ് കമ്മീഷനാണ് മാത്യു ചാപ്റ്റർ 28 ബൈബിളിൽ നോക്കുമ്പോൾ, ന്യൂ ടെസ്റ്റ്മെന്റിൽ നോക്കുമ്പോൾ 5 പ്രാവശ്യം ഗ്രേറ്റ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് റെഫറൻസ് മാത്രം പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് തിങ് ഈസ് ഇൻ മാത്യു ചാപ്റ്റർ 28 വേഴ്സസ് 18-20. മർക്കോസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ഗ്രേറ്റ് കമ്മീഷനെ പറ്റി പറയുന്നു. ലൂക്കോസ് അത് 24-ാമത്തെ അധ്യായത്തിന്റെ 46 മുതൽ 49 വരെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-21 റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും അവസാനമായി നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്യമാണല്ലോ അപ്പോസ്തല പ്രവൃത്തികൾ, ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 8. അത് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം 8-ാം വാക്യം. വായിച്ചോ? ഞാൻ പോണേ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. But you shall receive power when the Holy Spirit has come upon you. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ ശക്തി ലഭിക്കും. എന്തിനു വേണ്ടി ശക്തി ലഭിക്കുന്നത്? നമുക്ക് അന്യഭാഷ പറയാനും അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ആത്മാവിൽ സന്തോഷിക്കാനും. ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ദേർ. പക്ഷേ പ്രൈമറി യേശുക്രിസ്തു ഇവിടെ ഗ്രേറ്റ് കമ്മീഷൻ പറയുമ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യു ഷാൽ ബി വിറ്റ്നസസ് ടു മീ. അപ്പൊ എന്തിനു വേണ്ടി ശക്തിയാ? യേശുവിന്റെ സാക്ഷികളാകാനുള്ള ശക്തിയാണ് ദൈവാത്മാവ് നമുക്ക് തരുന്നത്. എവിടെയൊക്കെയാന്ന് ഇവിടെ പറയുന്നു? ജെറൂസലേം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്, നമ്മുടെ ഇമ്മീഡിയറ്റ് സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്, ആൻഡ് ഇൻ ഓൾ ജൂഡിയ, നമ്മുടെ കുറച്ചുകൂടെ അകലെയുള്ള നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്തോ, സമരിയ, അറ്റ് ദി എൻഡ് ഓഫ് ദി എർത്ത്. അപ്പൊ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കത്തില്ല നേഷൻസിലേക്ക് പോവുക. ഞാൻ പറഞ്ഞല്ലോ 28-18-20 മാത്യു പറഞ്ഞു വി ഹാവ് ടു ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ്. നമുക്കൊരു പക്ഷേ ഇപ്പൊ നിങ്ങൾ അമേരിക്കയിൽ ജീവിക്കുന്നത്, നമുക്കൊരു പക്ഷേ നോർത്ത് ഇന്ത്യയിൽ പോകാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ സുഡാനിൽ പോകാൻ, അല്ലെങ്കിൽ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ഗൾഫിലോ പോകാൻ പറ്റിയെന്ന് വരത്തില്ല. What God is doing now is God is bringing nations to America. Right? Can we see that? ദൈവം നേഷൻസിനെ നമ്മുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരുവാണ്. Just what we have to see is we just have to open our eyes and see. നമുക്ക് കാഴ്ച കുറവാണെങ്കിൽ put the glasses back on. നമ്മുടെ കണ്ണാടി തിരികെ വെച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നേ ഉള്ളൂ. God is bringing the nations into us. നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ദൈവം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. സോ ഇവിടെ പറയുന്നത് വെച്ചാല് പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിയുമ്പോൾ ശക്തി ലഭിച്ചിട്ട് നമ്മൾ യേശുവിന്റെ സാക്ഷികളാകുമെന്ന് പറയുന്നു. അപ്പോൾ ഞാനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് കേട്ടത് ഇങ്ങനെയാണ്. 98% ഓഫ് ചർച്ച് ഗോവേഴ്സ്, 98% ചർച്ചിൽ പോകുന്ന ആൾക്കാരും ഒരാളിനോട് പോലും സുവിശേഷം പറഞ്ഞിട്ടില്ലാത്ത ആളാണ്. നമ്മൾ ആ 98% ഉള്ളതാണോ അതോ 2% ഉള്ളതാണോ എന്ന് ഇന്ന് ഞാൻ ചലഞ്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. D.L. മൂഡി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. D.L. മൂഡിയെ പറ്റി കേട്ടിട്ടുണ്ടാകാം. ഇഫ് വി ഓൺലി ലീഡ് വൺ സോൾ ടു ജീസസ് ക്രൈസ്റ്റ് വി മേ സെറ്റ് എ സ്ട്രീം ഇൻ മോഷൻ that will flow on when we are dead and gone. നമ്മൾ ഒരു വ്യക്തിയെ മാത്രമേ യേശുവിലേക്ക് നയിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും that will set a stream in motion. അത് ഒരു നദിയെ will set stream in motion that will flow on. ഈ നദി കണ്ടിന്യൂസ്ലി ഒഴുകുന്ന ഒരു നദിയായി തീരും when we are dead and gone. നമ്മൾ മരിച്ചു പോയാലും ഈ ഒരു നദി. So I'm asking you, are we in the 98% of church attendees that never share gospel, or are we in the 2% of minority that share the gospel? അപ്പം അപ്പോസ്തല പ്രവൃത്തി 19 ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മുടെ ലാഗ് വരുന്നുണ്ട്, എനിക്ക് ലാഗ് വരുന്നുണ്ട്. സോ ഞാൻ അപ്പോസ്തല പ്രവൃത്തി 19 പൗലോസ്
എഫെസോസിൽ പോകുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്. പൗലോസ് എഫെസോസിലായിരുന്നപ്പോൾ, ഞാൻ തന്നെ ജസ്റ്റ് ഷോർട്ടായിട്ട് ഞാനത് പറഞ്ഞു പോകാം. പൗലോസ് എഫെസോസിലായിരുന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാല്, സിനഗോഗിൽ പൗലോസിന്റെ സാധാരണ രീതി എന്ന് പറഞ്ഞാൽ സിനഗോഗിലേക്ക് പോവുക, സുവിശേഷം പറയുക. ആദ്യം യഹൂദരോട് സുവിശേഷം പറയുക എന്നുള്ളതാണ് പുള്ളിക്കാരന്റെ ഒരു മെത്തേഡ്. അപ്പം സിനഗോഗിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, 3 മാസം അവിടെ റീസൺ ചെയ്തിട്ടും എന്ത് ചെയ്തു, ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടും ആൾക്കാരുടെ ഹൃദയം കഠിനമായതുകൊണ്ട് എന്ത് ചെയ്യുന്ന അറിയാമോ, പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ he departed from verse 9, 19 verse 9 പറയുന്നു, he departed from them and withdrew the disciples, reasoning daily in the school of Tyrannus. അപ്പം എഫെസോസിൽ എന്ത് ചെയ്തു, ജൂയിഷ് പീപ്പിൾ ഹൃദയം കഠിനമാക്കിയതുകൊണ്ട് എന്ത് ചെയ്തു, പുള്ളിക്കാരന്റെ ശിഷ്യന്മാരെയും കൊണ്ട് സ്കൂൾ ഓഫ് ടൈറനസിന്റെ സ്കൂളിൽ പുള്ളിക്കാരൻ റീസൺ ചെയ്തുകൊണ്ടിരുന്നു. അത് വേഴ്സ് 10 പറയുന്നു, this continued for 2 years. 2 വർഷം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ all who dwelt in Asia heard the word of the Lord Jesus, both Jews and Greeks. ജൂസും ഗ്രീക്സും ഉള്ള എല്ലാവരും, ഏഷ്യയിലെ ആൾക്കാരെല്ലാം വചനം കേട്ടു. അത് പറയുന്നത് പറഞ്ഞാല് ഏകദേശം 7 മുതൽ 14 മില്യൺ പീപ്പിൾ ഉള്ള സ്ഥലമാണ് ഈ ഏഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെല്ലാം സുവിശേഷം കേട്ടു എന്ന് പറയുമ്പോൾ can you imagine, നിങ്ങൾക്ക് ചിന്തിക്കാമോ പൗലോസ് തന്നെയാണോ ഇത് ചെയ്തത്? No, he did through discipleship. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തി അടുത്ത ആളിലേക്ക് പോകുന്നു, ആ ആൾ അടുത്ത ആളിലേക്ക് പോകുന്നു. അത് അഗെയിൻ ഐ വോണ്ട് ടു ബ്രിങ് യുവർ അറ്റൻഷൻ ടു ആരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ആരിലേക്കാണ് നമ്മൾ സുവിശേഷം പറയേണ്ടതെന്നുള്ളതിന് യേശു ക്രിസ്തു ഒരു മാതൃക പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ, അത് ഞാൻ മൊത്തം വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് അറിയാമായിരിക്കും. യേശു ക്രിസ്തു 70 പേരെ ഇരണ്ടായി പറഞ്ഞു വിടുന്ന സമയമാണ്. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിന് പോകാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് തന്റെ ശിഷ്യന്മാരെ 2 പേരായി പറഞ്ഞു വിട്ട സ്ഥലങ്ങളിൽ 10-ന്റെ 2-ാമത്തെ അധ്യായം, എനിക്ക് 2-ാമത്തെ വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വാക്യമാണ്, നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആണ്. 10-ന്റെ 1 ഇങ്ങനെ വായിക്കുന്നു, എന്ത് ചെയ്തു, 70 പേരെ ഇങ്ങനെ വായിക്കുന്നു, സെൻഡ് ദം 2 by 2. അപ്പം എല്ലാ പ്രദേശത്തും യേശുവിന് പോകേണ്ടിയിരുന്ന സ്ഥലങ്ങളിലേക്ക് 2 പേരായിട്ട് പറഞ്ഞു വിട്ടു. ആൻഡ് യേശു പറഞ്ഞൊരു കാര്യമാണ്, 2-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, then he said to them, the harvest truly is great, but the laborers are few. Therefore pray the Lord of the harvest to send out laborers into his harvest. പറയുവാണ്, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തുകാരെ എന്ന് വെച്ചാൽ വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയാമോ? വി ക്യാൻ പ്രേ. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ പ്രേ. 2-ാമത്തെ കാര്യം, ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴും അഡോളസൻസിനെയൊക്കെ യൂത്തിനെയൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, 3 things about mission. Unless we teach children, children are like sponge, children sponge പോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അബ്സോർബ് ചെയ്യുന്ന അറിയാമല്ലോ. അതുകൊണ്ടാണ് ഈ വേൾഡ് സിസ്റ്റവും കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്യുന്നത്. ഐ എം കമ്മിങ് ടു ദാറ്റ് ആക്ച്വലി. കാരണം നിങ്ങൾക്ക് ഇപ്പം ഐ എം നോട്ട് ഡീവിയേറ്റിംഗ്, ഐ ഹോപ്പ് ഐ എം നോട്ട് ഡീവിയേറ്റിംഗ്, പക്ഷേ വാട്ട് ഐ എം ഗോയിങ് ടു സേ ഈസ്, ഈ വേൾഡ് സിസ്റ്റം കുഞ്ഞുങ്ങളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഇപ്പം അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോൾ, ജാനുവരിയിൽ ഞാൻ ഡാലസിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഷോക്കായ ഒരു കാര്യമായിരുന്നു. നിങ്ങൾക്കറിയാം 13 വയസ്സുള്ളൊരു കുഞ്ഞിന് that കുഞ്ഞ് cannot go to a pub, അല്ലെങ്കിൽ ഒരു ബാറിൽ പോയിട്ട് മദ്യം വാങ്ങാൻ പറ്റത്തില്ല, because she or he is a minor, right? I am not an advocate for alcoholism, okay? അത് ഞാൻ കുടിച്ചിട്ടില്ല, കുടിക്കത്തുമില്ല, അങ്ങനെ ഒരു ആളാണ്. പക്ഷെ ഞാൻ പറയുന്നത്, I want you to think about it. അപ്പൊ ഒരു 13 വയസ്സുള്ള ഒരു കുഞ്ഞിന് ആൽക്കഹോൾ വാങ്ങാൻ പറ്റത്തില്ല. അതുപോലെ നിങ്ങൾക്കറിയാം, ഒരു കുഞ്ഞിന് 13 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ഒരു ഡെന്റിസ്റ്റിന് അടുത്തേക്ക് പോയി ഒരു പല്ലുവേദനയായിട്ട് ഡെന്റിസ്റ്റിന് അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല, ബിക്കോസ് ദേ നീഡ് പാരന്റൽ കൺസെന്റ്. ഒരു 13 വയസ്സുള്ള ഒരു കുഞ്ഞിന് GP അടുത്തേക്ക് അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല. യു നീഡ് പാരന്റൽ കൺസെന്റ്. പക്ഷെ ഒരു 13 വയസ്സുള്ള ഒരു കുഞ്ഞിന് പറയുവാണ്, എന്താണ്, ഷീ ഓർ ഹി ഫീൽസ് ദാറ്റ്, ഓ ഞാൻ ആൺകൊച്ചു വിചാരിക്കുകയാണ്, എനിക്ക് ഐ ഫീൽ ലൈക്ക് ബീങ് എ ഗേൾ, എനിക്ക് പെങ്കൊച്ചാകണം, അല്ലെങ്കിൽ ഒരു പെങ്കൊച്ച് വിചാരിക്കണം എനിക്കൊരു ആൺകൊച്ചാകണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടുത്തെ കാര്യം. ദിസ് കൺട്രി എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാല്,
അവിടെ അവർക്ക് പാരന്റൽ കൺസെന്റ് വേണ്ട. എന്താ ചെയ്യുന്നത്? ഇറിവേഴ്സിബിൾ സെക്സ് സർജറിയും ഇറിവേഴ്സിബിൾ ജെൻഡർ സർജറിയും ഇറിവേഴ്സിബിൾ ഹോർമോണൽ തെറാപ്പിയും കൊടുക്കുന്ന ഒരു കൾച്ചറാണ് അമേരിക്കയിലുള്ളത്. അത് അയർലൻഡിലേക്ക് വന്ന് ഈ സെപ്റ്റംബറിൽ, ഞാൻ ആക്ച്വലി ഈ സമ്മറിൽ അയർലൻഡിലേക്ക് പോയപ്പോൾ ഞാൻ കണ്ടു, ടെക്സ്റ്റ് ബുക്ക് കണ്ടപ്പോൾ ഈ സെപ്റ്റംബറിൽ അവിടെയും ഗ്രാഫിക്കലി പിള്ളേരെ പഠിപ്പിക്കുകയാണ് കാര്യങ്ങൾ. എന്താണ് ഈ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഏനൽ സെക്സിനെ പറ്റിയാണ് ഗ്രാഫിക്കലി പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ശരിക്കും ഈ ഹോമോസെക്ഷുവാലിറ്റി ഒക്കെ ഞാൻ നഴ്സ് ആയിരുന്നെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും നമ്മൾ എക്സ്പോസ്ഡ് അല്ല, നമ്മൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല. സോ ഈവൻ ഒരു 2-3 വർഷം, കാരണം 2018 ഞങ്ങളുടെ അയർലൻഡിൽ ആക്ച്വലി ഈ ഗേ മാരേജ് ലീഗലൈസ് ചെയ്തുകൊണ്ട്, ഹോമോസെക്ഷുവാലിറ്റി ലീഗലൈസ് ചെയ്തുകൊണ്ട് ഒരു ബിൽ വന്നു. അതുപോലെ അബോർഷൻ ബിൽ വന്ന സമയത്താണ് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒത്തിരി അവെയർ ആകുന്നത്. പക്ഷെ ഈ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ 2ലും 3ലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഗ്രാഫിക്കലി പഠിപ്പിക്കുകയാണ് ഈ ജനറേഷൻ. അപ്പം വാട്ട് ഐ എം ഗോയിങ് ടു സേ ഈസ്, ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ടീച്ച് അവർ ചിൽഡ്രൻ. സോ അപ്പോസ്തല പ്രവൃത്തി 2ാമത്തെ അധ്യായം 39ാമത്തെ വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, പത്രോസ് സുവിശേഷം പറയുമ്പോൾ 3000 പേർ ഒരേ സമയത്ത് രക്ഷിക്കപ്പെട്ട ആ സുവിശേഷം പറയുന്ന സമയത്ത് പത്രോസ് പറയുന്നതാണ്, ഫോർ ദ പ്രോമിസസ് ടു യു, 2:39 ഇങ്ങനെ പറയുന്നു, ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ ചിൽഡ്രനും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുമുള്ളതാണ്. എന്ന് വെച്ചാൽ ഗോസ്പൽ ഈസ് ജനറേഷണൽ. തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നിങ്ങൾ എങ്ങനെ സുവിശേഷം കേട്ടു? നിങ്ങൾ കേട്ടതുകൊണ്ടല്ലേ നിങ്ങളുടെ തലമുറയും കർത്താവിനെ അറിയാനായിട്ട് ഇടയായിത്തീർന്നത്. സോ what I'm saying is, gospel is generational. We need to impact our generation. If the world can impact the generation for ജെൻഡർ ഫോബിയയും അങ്ങനെയുള്ള ഒരു അതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, why can't we influence our generation for God? So I want to challenge this audience. നമ്മുടെ ഈ പ്രെയർ ലൈനിലായിരിക്കുന്നവരെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ജീസസ് പറഞ്ഞു ലൂക്ക് 10:1-9 വായിക്കുമ്പോൾ പറയുന്നു, pray. First of all, we need to pray for this generation. Pray. Give. We need to give to the Lord. നമ്മൾ ശരിക്കും പറയാം, നമ്മളും ദൈവവേലയ്ക്ക് വേണ്ടി ജനറസ് ആയിട്ട് കൊടുക്കാൻ നമ്മൾ പഠിക്കണം ദൈവമക്കളെ. അതുപോലെ നമ്മുടെ തലമുറയെ പഠിപ്പിക്കണം. ഞാൻ ഈ പ്രാവശ്യം ഞാൻ ചൈൽഡ് ഇവാഞ്ചലിസ്റ്റ് അസോസിയേഷന്റെ ക്യാമ്പിന് പഠിപ്പിക്കാൻ പോയപ്പോൾ അതിന്റെ ഒരു മിഷണറി പറഞ്ഞൊരു കാര്യമാണ്, പുള്ളിക്കാരുടെ സപ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 70-80 years ഉള്ളവരാണ്. അതിന് താഴെ ആരും തന്നെ സപ്പോർട്ടേഴ്സ് ഇല്ല. എന്നിട്ട് പറയാം, പുള്ളിക്കാരുടെ സപ്പോർട്ടേഴ്സിൽ പലരും മരിച്ചു പോകുന്നു. സോ വാട്ട് ഹാപ്പൻസ് ഇസ്, without support, how can missionaries survive? നിങ്ങൾക്കറിയാം, റോമൻസ് ചാപ്റ്റർ 10 പറയുന്നുണ്ട്, റോമ ലേഖനത്തിന്റെ 10ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, സുവിശേഷം പറയുന്നുണ്ട്. എന്നുവെച്ചാൽ 10:14 പറയുന്നുണ്ട്, how then shall they call on him in whom they have not believed? വിശ്വസിക്കാത്തവരെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേൾക്കാത്തവരെ എങ്ങനെ വിശ്വസിക്കും? ഒരു പ്രീച്ചർ ഇല്ലാതെ, ഒരു പ്രസംഗിക്കാൻ ആളില്ലാതെ എങ്ങനെ കേൾക്കും? അല്ലെ? ആൻഡ് ഹൗ ഷാൽ ദേ പ്രീച്ച് അൺലെസ് ദേ ആർ സെന്റ്? അയക്കപ്പെടാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പോൾ വാട്ട് ഐ എം ഗോയിങ് ടു സേ ഈസ്, നമ്മൾ ആക്ച്വലി ദൈവമക്കൾ ജനറസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നവരായിരിക്കണം, ദൈവവേലയെ സഹായിക്കുന്നവരായിരിക്കണം, ദൈവമക്കളെ പരസ്പരം കൈത്താങ്ങുന്നവരായിരിക്കണം. അതുപോലെ നമ്മുടെ തലമുറയോട് പഠിപ്പിക്കണം. നിങ്ങൾക്കറിയാം, ജൂയിഷ് കസ്റ്റംസിൽ, ഞാൻ ജൂയിഷ് കസ്റ്റംസ് പഠിക്കുന്നുണ്ട് ആക്ച്വലി. അതിൽ ഒരു ഓക്കെ, പലപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരല്പം കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊരു സ്റ്റഡി, ഒരു ജൂയിഷ് മാൻ ചെയ്തൊരു സ്റ്റഡിയാണ്, ഒരു യൂണിവേഴ്സിറ്റിയിൽ ചെയ്തൊരു കാര്യമാണ്. പുള്ളിക്കാരൻ ഒരു സെനാരിയോ പറഞ്ഞ ഇങ്ങനെയാണ്, ഒരു വ്യക്തി, ഒരു ഭയങ്കര ആവശ്യമായിട്ട് ഒരു വ്യക്തിയുടെ മുന്നിൽ പോയി, വളരെ നീഡിയായിട്ടുള്ളൊരു മനുഷ്യൻ, വളരെ കുഞ്ഞുങ്ങൾക്ക് ആഹാരവും അങ്ങനെ വളരെ വളരെ നീഡിയായിട്ടുള്ളൊരു മനുഷ്യൻ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, എന്നെ സഹായിക്കണം. അപ്പൊ ഇദ്ദേഹത്തിന്റെ സ്റ്റോറി കേട്ടിട്ട് ഈ മനുഷ്യൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. ഈ വ്യക്തി സ്റ്റോറി പറഞ്ഞപ്പോൾ കേട്ട വ്യക്തി ഭയങ്കരമായി ഹൃദയത്തിൽ മനസ്സിലും ഉണ്ടായിട്ട് കരഞ്ഞിട്ട് എന്ത് ചെയ്തു, പുള്ളി $5 എടുത്തു കൊടുത്തു. ഓക്കെ, പക്ഷെ വേറൊരു വ്യക്തി കഥ കേൾക്കാൻ പുള്ളിക്കാരന് സമയമില്ല, കാരണം ബിക്കോസ് ഹീസ് ഇൻ സച്ച് എ ഹറി. പുള്ളിക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ പുള്ളിക്ക് കഥ കേൾക്കാൻ സമയമില്ല. പക്ഷെ പുള്ളിക്കാരൻ ഒരു $100 എടുത്ത് പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഓടി കാറിൽ കയറി പോയി. അപ്പൊ ഈ സ്റ്റുഡൻസിനോട് ഈ വ്യക്തി ചോദിച്ചു, ഈ റീസേർച്ചർ ചോദിച്ചു,
ഇതിൽ ആരാ ഏറ്റവും നന്നായിട്ട് ചെയ്തത്? ഇത്രയും സിമ്പതിയോടെ ഇയാളുടെ കഥ കേട്ട് ഇയാളെ ആശ്വസിപ്പിച്ചിട്ട് $5 കൊടുത്ത ആളാണോ നല്ല ആള്? അതോ ഈ പുള്ളിക്കാരന്റെ കഥയൊന്നും കേൾക്കാതെ എനിക്ക് കഥ കേൾക്കാൻ സമയമില്ല, പക്ഷെ നിന്റെ ആവശ്യം നീ പറഞ്ഞാൽ നിന്റെ ആവശ്യമുള്ളതല്ല, നിനക്ക് $100 ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ആളാണോ ബെറ്റർ എന്ന് ചോദിച്ചു. അപ്പം ഈ സ്റ്റുഡൻസ് എല്ലാം, കോളേജ് സ്റ്റുഡൻസ് എല്ലാം പറഞ്ഞു, അത് ഈ കഥ കേട്ടിട്ട് കരഞ്ഞ് $5 കൊടുത്ത വ്യക്തിയെ ഏറ്റവും നല്ല ആളെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം സെനാരിയോ മാറ്റി. അപ്പൊ പുള്ളി പറഞ്ഞു, ഈ ആവശ്യത്തിൽ ഇരിക്കുന്ന ആള് നീയാന്ന് ഓർക്കുക. മീൻസ് ഈ സ്റ്റുഡന്റിൽ ഒരാളാണ്, നീയാണ് ഒരു ആവശ്യമായ ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് പോവാണ്. അപ്പോൾ നിന്റെ കഥ കേട്ടിട്ട് കരഞ്ഞിട്ട് അയാൾ $5 തന്നു നിനക്ക്. പക്ഷെ $5 നിനക്ക് ഒന്നുമല്ല. പക്ഷെ ഒരാൾ നിന്റെ കഥ കേൾക്കാൻ സമയമില്ലാതെ നിനക്ക് $100 തന്നു. ഏതാ നിനക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അന്നേരം ഇവരെല്ലാം പറഞ്ഞു, വാവ്, എനിക്ക് സിമ്പതിയോടെ എനിക്ക് $5 തരുന്നതിനേക്കാളും എന്റെ ആവശ്യം നിറവേറ്റാൻ $100 തരുന്നതാണ് എനിക്ക് എന്റെ സന്തോഷം എന്ന് പറഞ്ഞു. സോ ഞാൻ പറയുന്നത്, നമ്മുടെ തലമുറയെ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, മിഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, മിഷണറിമാരെ പറ്റി നമ്മൾ പഠിപ്പിക്കണം. ഞാൻ എന്റെ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് മിഷണറി സ്റ്റോറിയാണ്. ഇപ്പോൾ കോറി ടെൻബൂമായിരുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മിഷണറിമാരെ പറ്റി പഠിപ്പിച്ചു കൊടുക്കണം. മിഷണറിമാരെ പറ്റി പഠിപ്പിക്കുമ്പോൾ മിഷനെ പറ്റി പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിപ്പിക്കണം, അതുപോലെ കൊടുക്കാൻ പഠിപ്പിക്കണം. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന, സോ പ്രേ, ഗിവ്. തേർഡ് തിങ് ആണ് ഗോ. ദൈവം നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഗോ. ദൈവം നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ മാത്രമല്ല, ഈ ഞാൻ പറയട്ടെ, മാത്യു ചാപ്റ്റർ 20 ഗ്രേറ്റ് കമ്മീഷൻ ഈസ് ഫോർ ഈച്ച് വൺ ഓഫ് us. ഇത് ഒരു പാസ്റ്ററിന്റെയോ ഒരു പ്രവാചകന്റെയോ ഒരു ഓഫീസ് അല്ല. ഈ ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഈച്ച് വൺ ഓഫ് us ഹാവ് ദ റെസ്പോൺസിബിലിറ്റി. യേശുവിനെ സ്നേഹിക്കുന്ന, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ വ്യക്തിയുടെയും ചുമതലയാണ് ഗ്രേറ്റ് കമ്മീഷൻ. ആ ഓരോ വ്യക്തിക്കും ചുമതലയുണ്ട് ഗോ. ഗോ എവിടെ? ഒരുപക്ഷെ നേഷൻസിലേക്ക് പോകാൻ പറ്റത്തില്ല. ആസ് ഐ സെഡ്, ഗോഡ് ഈസ് ബ്രിങ്ങിങ് നേഷൻസ് ടു യു. ദൈവം നേഷൻസിനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. സോ ലെറ്റ്സ് പ്രേ ഫോർ ദ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കാൻ, ദൈവത്തോട് നോക്ക്. അവർ ഗോഡ് ഇസ് സച്ച് എൻ അമേസിംഗ് ഗോഡ് ദാറ്റ് ദൈവത്തോട് നിങ്ങൾ പറയണം, കർത്താവ്, എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല, നീ എനിക്ക് പറയാനുള്ള അവസരം ഒരുക്കി തരുമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം വഴികളെ തുറക്കും. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും തന്നെ സുവിശേഷം പറയുന്നവരായിരിക്കാം. നിങ്ങൾക്ക് വർക്ക് പ്ലേസിൽ പറയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സിനോട് പറയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു വ്യക്തിയോട് പറയാൻ പറ്റും. എന്റെ ചാപ്ലിൻ, ഇവിടുത്തെ DTSന്റെ ചാപ്ലിൻ ഒരു ദിവസം ഒരു സ്റ്റോറി പറഞ്ഞു. പുള്ളിയുടെ ഡാഡി 86-year-old മാനാണ്, ഭയങ്കര വയസ്സായ ഒരു മനുഷ്യനാണ്. പുള്ളിക്ക് ഇപ്പം പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ വാട്ട് ഹി ഡസ് ഇസ്, പുള്ളിക്കാരൻ എന്താണെന്ന് വെച്ചാൽ എന്നും പുള്ളി ലെറ്റർ ബോക്സിനടുത്തേക്ക് പോയി നിൽക്കും. എന്നിട്ട് ലെറ്റർ ഇടാൻ വരികയും അതുവഴി പോകുന്ന എല്ലാ മനുഷ്യരോടും സുവിശേഷം പറയാണ് പുള്ളിയുടെ പരിപാടി. 86-year-old മാൻ. ദൈവമക്കളെ, we do not have an option, we do not have an excuse. നമുക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്, ആയുസ് തന്നിട്ടുണ്ട്, മണി തന്നിട്ടുണ്ട്. യൂസ് ഇറ്റ് ഫോർ ദ ലോർഡ്. പ്രേ, ഗിവ് ആൻഡ് ഗോ. നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്തിരിക്കുക. ബിക്കോസ് ഗോസ്പൽ ഈസ് ജനറേഷണൽ. നമ്മുടെ തലമുറ, നമുക്കും ഗോസ്പൽ എന്ന സുവിശേഷം നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണ്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ്, ഞാൻ ഒരു കാര്യം ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് ഞാൻ വഴി തിരിച്ചുവിടാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ വോണ്ട് ടു റീഡ് ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം. നിങ്ങൾ സാക്ഷ്യം കേട്ടാൽ വിചാരിക്കും ഞാൻ ഇത് എപ്പോഴും പറയുന്ന കാര്യം. അത് എന്നെ ദൈവം ഒരു റെവലേഷനായി തന്നൊരു കാര്യമാണ്. ഇത് എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആവർത്തന പുസ്തകം ഡ്യൂട്രോണമി ചാപ്റ്റർ 6 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ, ഇപ്പൊ ഞാൻ വാട്ട് ഐ എം സേയിങ് ഇസ്, സുവിശേഷം നമ്മുടെ തലമുറയ്ക്കുള്ളതാണ്. കാരണം എ ചൈൽഡ് സേവ്ഡ് ഈസ് എ ലൈഫ് സേവ്ഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ തലമുറ എന്ന് പറഞ്ഞാൽ വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ പതിയിരുന്ന് പിടിക്കാൻ നോക്കുന്ന ഒരു വേൾഡ്ലി സിസ്റ്റമാണ്. സ്കൂളിലേക്ക് പോയാൽ പഠിപ്പിക്കുന്നത് ഇതാണ്, മീൻസ് എന്താണ്, ദൈവത്തെ സ്നേഹിക്കാതിരിക്കുന്ന, ദൈവത്തിൽ നിന്ന് മാറ്റിക്കളയുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ who can influence them? ആർക്കാ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഒരിക്കലും വിചാരിക്കും സൺഡേ സ്കൂൾ ടീച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വിചാരിക്കരുത്. ബിക്കോസ് സൺഡേ സ്കൂൾ ടീച്ചർ ഓൺലി ഗെറ്റ് എ പേഴ്സൺ ഫോർ വൺസ് എ വീക്ക്. ഒരു ആഴ്ചയിൽ ഒരിക്കലായിരിക്കും ഒരു സൺഡേ സ്കൂൾ ടീച്ചറിന് ഒരു സ്റ്റുഡന്റിനെ കിട്ടുന്നത്. അതും ചിലപ്പോൾ പകുതിയായി വരുന്നവരുണ്ട്, അല്ലെ? സൺഡേ സ്കൂളിൽ പകുതി കഴിയുമ്പോൾ വരുന്നവരുണ്ട്, വരാതിരിക്കുന്നവരുണ്ട്. അപ്പം നമുക്ക് ആസ് എ പാരന്റ്, എന്നെ കേൾക്കുന്നവർ ഒരു പക്ഷേ നിങ്ങൾ പാരന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരായിരിക്കാം, കല്യാണം കഴിച്ചവരായിരിക്കാം. നിങ്ങൾക്ക് ദൈവം തലമുറകളെ തരുമ്പോൾ നിങ്ങൾക്ക് തലമുറ ഇല്ലാത്തവരായിരിക്കും. നോക്കൂ, വാട്ട് ഐ വോണ്ട് ടു സേ, ഫാമിലി എന്ന് പറഞ്ഞാൽ എപ്പോഴും
ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. കുഞ്ഞുങ്ങളെ ദൈവം ബ്ലെസ്സിംഗ് ആയി തരുന്നു. കുഞ്ഞുങ്ങളില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം കുഞ്ഞുങ്ങളെ തരും. അഥവാ തന്നില്ലെങ്കിൽ എന്താന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈസ് ദ ഫാമിലി. നമുക്ക് ആത്മീയമായി എത്രയോ പേര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? യു ക്യാൻ ഇൻഫ്ലുവൻസ്. ഒരു വുമൺ ആണെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഇൻഫ്ലുവൻസ്. ടൈറ്റസിൽ പറയുന്നുണ്ട്, ഒരു മുതിർന്ന സ്ത്രീ മറ്റ് സ്ത്രീകളെ ഹസ്ബൻഡിനെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും പഠിപ്പിക്കണം. എന്തിന് ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? നാച്ചുറലി സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത്. ഒരാളെ സ്നേഹിക്കാൻ പറയുന്നതോ അല്ലെങ്കിൽ സുവിശേഷം പറയാൻ പഠിപ്പിക്കുന്നതോ ഒന്നും നാച്ചുറലി സംഭവിക്കുന്ന കാര്യമല്ല. ഇത് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമാണ്. സെയിം തിങ് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പഠിപ്പിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഡ്യൂട്രോണമി ചാപ്റ്റർ 6 വേഴ്സ് 4-9 പറയുന്നുണ്ട്, ഹിയർ ഓ ഇസ്രായേൽ, the Lord our God, the Lord is one. ഇസ്രായേലെ കേൾക്ക, ദൈവമായ യഹോവ ഏകൻ തന്നെ. നീ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുകയും ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കണം. വേഴ്സ് 6. വേഴ്സ് 7 പറയുന്നുണ്ട്, യു ഷാൽ ടീച്ച് them diligently to your children. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കണം. അത് പഠിപ്പിക്കേണ്ട വിധം ഇവിടെ പറയുന്നുണ്ട്. ടോക്ക് to them when you sit in your house, when you walk by the way, when you lie down, when you rise up. You shall bind them as a sign on your hand, and they shall be as a frontlet between your eyes. You shall write them on the doorpost of your house and on your gates. എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം എന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലെ? ദൈവം കുഞ്ഞുങ്ങൾക്ക് അത്രമാത്രം സ്ഥാനം കൊടുക്കുന്നു. ഇതുവൈ എ ചൈൽഡ് സേവ്ഡ് ഈസ് എ ഹോൾ ലൈഫ് സേവ്ഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യണം. ലെറ്റ് us ഇൻഫ്ലുവൻസ് them. അതുപോലെ ഞാൻ നിങ്ങളുടെ പാരന്റ്സായ എന്നോടും കൂടെ പറയുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹത്തെ പറ്റി കുഞ്ഞുനാൾ മുതലേ പഠിപ്പിച്ചു കൊടുക്കണം. വിവാഹം എന്താണ്? ജെനസിസ് ചാപ്റ്റർ 2 പറയുന്നുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല. ഇതെന്റെ ടോപ്പിക് ഇപ്പൊ അല്ലാത്തതുകൊണ്ട് ഞാൻ യൂത്തിനോട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ മാരേജിനെ പറ്റി പഠിപ്പിക്കണം അവരെ. കാരണം എന്താണെന്ന് പറയുമ്പോൾ അൺലെസ് വി ടീച്ച് them, അവരുടെ ഹൃദയത്തിൽ നമ്മൾ സീഡ് പാകണം. അത് നമ്മൾ പ്രാർത്ഥനയാലും നമ്മൾ അവരുടെ റിലേഷൻഷിപ്പിനാലും അതിനെ നനയ്ക്കണം. കാരണം എന്ന് പറയുമ്പോൾ കല്യാണം വിവാഹം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടാന്ന് പറഞ്ഞില്ലെങ്കിലുള്ള ഒരു 25-26 ഒരു പ്രായം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ബ്ലെസ്ഡ് ആണ്. ബിക്കോസ് അവർ ഒത്തിരി ഇന്റലക്ച്വൽ ആണ്, ഒത്തിരി വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ ജോലി കിട്ടി പൈസ ആയി കഴിയുമ്പോൾ they will be so ഇൻഡിപെൻഡന്റ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ പിന്നെ ഒരു വ്യക്തിയുടെ കൂടെ താഴ്മയോടെ, അല്ലെങ്കിൽ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മീൻസ് സപ്രസ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല, ഒരു ബെസ്റ്റ് ഫ്രണ്ട് റിലേഷൻഷിപ്പാണ് മാരേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാലുണ്ട് ഒരു കുഞ്ഞുങ്ങൾക്ക് ആ ഒരു അക്കോമഡേറ്റ് ചെയ്യാൻ, ഒരു ഹസ്ബൻഡിനെ ഒരു വൈഫിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് മാറിപ്പോവും. കുഞ്ഞുങ്ങളുടെ മൈൻഡ് സെറ്റ് മാറിപ്പോവും. അപ്പൊ ഒരു പ്രായത്തിൽ തന്നെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഒരു പഠിത്തം കഴിഞ്ഞ് ഒരു 10, 24, 25 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്ന ആ ഒരു സെറ്റപ്പ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം വെച്ചാൽ എന്റെ സെമിനാറിൽ പഠിക്കുന്ന ഒരു കുട്ടി അമേരിക്കൻ ഹസ്ബൻഡിനെ കല്യാണം കഴിച്ചത്. ഷീസ് 31. അപ്പോൾ അവൾ കല്യാണം കഴിച്ചിട്ട് 3 ആഴ്ച ആയിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരു കോഫിക്ക് ഒരു ജസ്റ്റ് ബൈബിൾ സ്റ്റഡിയിൽ ഒരു കോഫിക്ക് വേണ്ടി മീറ്റ് ചെയ്തപ്പം അവൾ പറയാം, പ്ലീസ് പ്രേ ഫോർ മീ, എനിക്ക് ഒത്തിരി അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ആണ്. 3 ആഴ്ച ഇവൾ ബോയ് ഫ്രണ്ട് കഴിഞ്ഞ സെമസ്റ്ററിൽ ഞാൻ വന്നതാണ്. അപ്പൊ ഇവളുടെ ബോയ് ഫ്രണ്ട് ഇൻ ദ സെൻസ് ദേ വർ ഡേറ്റിംഗ് എന്ന് വെച്ചാൽ ക്രിസ്ത്യൻസ് ആണ്. അപ്പം വേറെ തെറ്റായ രീതിയിലുള്ള ഒരു ഡേറ്റിംഗ് അല്ല, ഇവര് മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ഇങ്ങനെ ഡേറ്റിംഗ് നടക്കുകയാണ്. അപ്പം they're together always. അപ്പോൾ അത്രയും സ്നേഹത്തിലായിരുന്നിട്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് കല്യാണം കഴിച്ചപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ പുള്ളിക്കാരി പറയുക, പ്രേ ഫോർ മീ, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവൻ എന്റെ സ്പേസിൽ ഇൻവൈഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം മീൻസ് അതുപോലെ ഒറ്റയ്ക്ക് ജീവിച്ച ആള് പെട്ടെന്ന് ഹസ്ബൻഡ് വന്ന് ഇവൻ ബോയ് ഫ്രണ്ട് ഹസ്ബൻഡ് ആയി കഴിഞ്ഞപ്പോൾ എന്റെ സ്പേസിനെ ഇൻവൈഡ് ചെയ്യുന്നു. നിങ്ങൾ ഒരു പക്ഷേ മേ ബി എന്റെ ജനറേഷൻ ഞാൻ കല്യാണം കഴിച്ചപ്പോഴും ആ ഒരു ഫീലിംഗ് നമുക്കില്ലായിരുന്നു. കാരണം എന്താ പറയുമ്പോൾ വിവർ പ്രേയിങ് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ദൈവകൃപയാല് ബബിത എന്ന് പറയുന്ന ചേച്ചി എന്നെ വിവാഹത്തെ പറ്റി പഠിപ്പിച്ചു. നമ്മൾ ആ സമയത്തിന് മോളെ പ്രാർത്ഥിക്കണമെന്ന് എന്നോട് പറഞ്ഞു. സോ വി സ്റ്റാർട്ട് ടു പ്രേ. ഞാൻ പറയുന്ന നമ്മുടെ മക്കളോട് നമ്മൾ വിവാഹത്തെ പറ്റി പ്രാർത്ഥിക്കണം, നമ്മുടെ ഫ്യൂച്ചർ സ്പൗസിന് വേണ്ടി പ്രാർത്ഥിക്കണം, അതും പഠിപ്പിക്കണം. രക്ഷയെ പറ്റി ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ടത് രക്ഷയെ പറ്റിയാണ്. യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത്, ക്രൂശിൽ എന്ത് ചെയ്തു എന്നുള്ളത് പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഗോഡ് ക്രിയേറ്റഡ് ആഡം ആൻഡ് ഈവ്, അത് നമ്മൾ പഠിപ്പിക്കണം. നോട്ട് ആഡം ആൻഡ് സ്റ്റീവ്. ആദത്തിനെയും സ്റ്റീവിനെ അല്ല.
ദൈവം സൃഷ്ടിച്ചത്, അതിനെ ഹവ്വയാണ് സൃഷ്ടിച്ചത്. ഇതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളോട് എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന നമ്മുടെ ഈ ലോകം അവർ സ്കൂളിൽ പോകുമ്പോൾ പഠിപ്പിക്കും. എന്താണ് ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റി, ട്രാൻസ്ജെൻഡറിനെ പറ്റിയൊക്കെ അവർ പഠിപ്പിക്കും. പക്ഷെ യു ഷുഡ് ടീച്ച് അവർ ചിൽഡ്രൻ. നമ്മുടെ പിള്ളേരെ നമ്മളുടെ ക്രിസ്തുവിൽ ഐഡന്റിറ്റി നമ്മൾ കൊടുക്കണം. നിങ്ങൾ എന്നെ കേൾക്കുന്ന പാരന്റ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും തന്നെ കരുതുകയും വേണം. നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും അബ്യൂസ് ചെയ്യരുത്. അത് എനിക്ക് ഒത്തിരി സമയമില്ല, കാരണം ഞാൻ ഒത്തിരി ആൾക്കാരെ ഇപ്പൊ കാണുകയും ഒത്തിരി ഡീലെയും ചെയ്യുമ്പോൾ ഞാനിപ്പോ ഒത്തിരി കേൾക്കുന്ന ഒരു കാര്യമാണ്, എന്റെ കുഞ്ഞുനാളിൽ അവർക്കുണ്ടായ ഹേർട്സ്. പെന്റക്കോസ്റ്റൽ ഫാമിലിയിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളുടെ ഇപ്പം 40-45 ഇയേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർ പറയുക, എന്റെ അമ്മ എന്നെ സ്നേഹിച്ചില്ല, എന്റെ അമ്മ എന്റെ സഹോദരനെ കൂടുതൽ സ്നേഹിച്ചിട്ട് എനിക്കൊരു വാല്യൂ തരാത്തത് കൊണ്ടുള്ള ഇപ്പോഴും ആ ആൾക്കാർ ഐഡന്റിറ്റി കാണാൻ ഒരു വ്യക്തിത്വം ഇല്ലാതെ ജീവിക്കുക, ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടി കൊതിക്കുക. അന്നേരം ഞാൻ പറയുമായിരുന്നു, മോളെ അല്ലെങ്കിൽ സഹോദരി, you should find your identity in Christ, in God. ഞാൻ എന്റെ സാക്ഷ്യമൊന്നും പറയുന്നില്ല, കാരണം ഞാൻ അങ്ങനെ ദൈവം എന്നെ ഒരു പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ടുവരുന്നുണ്ടല്ലോ. ഇന്നിപ്പം നോ മാറ്റർ ഹൂ ഇസ് വിത്ത് യു ഓർ നോട്ട് വിത്ത് യു, ദൈവത്തിലുള്ളൊരു ഐഡന്റിറ്റി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് അലിവോടെ നമ്മൾ പെരുമാറണം. അതോടൊപ്പം തന്നെ ദൈവവചനം നമ്മൾ കൊടുക്കണം. അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം. ഐ വോണ്ട് ടു സേ ഇസ്, നമ്മൾ നഴ്സുമാരാന്നറിയാം, എനിക്കറിയാം ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഐ വുഡ് എൻകറേജ് യു. നിങ്ങൾക്ക് ദൈവം ആവശ്യത്തിന് പൈസ തന്നിട്ടുണ്ടെങ്കിൽ പൈസയുടെ പുറകെ പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യണം. ഇന്ന് ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ട് എന്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം, കാരണം എനിക്ക് വൈകുന്നേരം ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിന് വരുന്നത്. സോ ദേ വിൽ പ്രേ. പക്ഷെ ഞാൻ ഐ മിസ്സിംഗ് ദ ഫാമിലി പ്രേ. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ആഴ്ചയിൽ 3 ദിവസം പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആണോ? ഓക്കെ, പറ്റത്തില്ല. പക്ഷെ 3 ദിവസമെങ്കിലും ആഴ്ചയിൽ പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാണാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിത്തീരും? നമ്മൾ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരായി കാണിക്കാതെ കണ്ടു പഠിക്കാതിരുന്നാൽ ഇവർ കുടുംബജീവിതം നയിക്കുമ്പോൾ എങ്ങനെ കുടുംബ പ്രാർത്ഥന ചെയ്യും? സോ കമ്മിങ് ബാക്ക് ടു ഡ്യൂട്ടറോണമി ചാപ്റ്റർ 6, ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയുടെ തൊട്ട് താഴെ തന്നിരിക്കുന്നതാണ് ടീച്ച് യുവർ ചിൽഡ്രൻ. അതുകൊണ്ട് ഞാൻ സാം 78 പറഞ്ഞ എന്റെ സമയം തീരുവാണ്. സോ സാം 78 ഇങ്ങനെ പറയുന്നത് എന്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് സാംസ് ആണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാമാണ്. കാരണം സങ്കീർത്തനം 78 1 മുതൽ 8 വരെ ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ച് സഹായിക്കുക മലയാളത്തിൽ പ്ലീസ്. സങ്കീർത്തനം 78. അതെ, സാം 7 സങ്കീർത്തനം 78. ഓക്കെ, 78 1 മുതൽ വായിക്കുന്നു. എന്റെ ജനമേ, എന്റെ ഉപദേശം ശ്രദ്ധിക്കുവീൻ, എന്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്ക്കുവീൻ. ഞാൻ ഉപമ പ്രസ്താവിക്കുവാൻ വായ് തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു. നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിക്കുവാൻ കൽപ്പിച്ചു. വരുവാനുള്ള തലമുറ, ജനിക്കുവാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നുകളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. ആമേൻ, ആമേൻ. വാട്ട് ആൻ അമേസിംഗ് വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനത്തിൽ പറയണ നിങ്ങൾ 8 വാക്യങ്ങളല്ലേ, അതിന് താഴേക്ക് പിന്നെ ഒത്തിരി കാര്യമുണ്ട്. പക്ഷെ 8 വാക്യങ്ങൾ പറയുന്നത് എന്താണ്?
നിങ്ങളിത് മറച്ചു വയ്ക്കരുത്, കുഞ്ഞുങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കരുത്. നിങ്ങൾ ഡ്യൂട്ടറോണമി ചാപ്റ്റർ 6 വരെ നിങ്ങളത് കണക്ട് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു വെയിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അതിന്റെ ഒരു ദൈവം എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു നിങ്ങൾക്ക്. ഇവിടെ എന്താ പറയുന്നത്, so that verse 6 പറയുന്നത് the generation to come might know them. അപ്പൊ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറയണം, so that അവരുടെ കുഞ്ഞുങ്ങളോട് പറയണം. എന്തിനു വേണ്ടിയാ? verse 7 പറയുന്നുണ്ട്, so that they may set their hope in God and not forget the works of God. എന്തൊരു പവർഫുൾ വേഴ്സാ. അവരുടെ പ്രത്യാശ ദൈവത്തിൽ വയ്ക്കേണ്ടതിന് അത് നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാമത്തെ അധ്യായം വേഴ്സ് 10 തോന്നുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു there arose a generation, ഒരു ദൈവത്തെ അറിയാത്തൊരു തലമുറ എഴുന്നേറ്റ്. ജഡ്ജസ് മൊത്തം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, യോശുവയുടെ സമയം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ദൈവ പ്രവൃത്തി അറിയാത്തൊരു ആ തലമുറ, ദൈവ മരുഭൂമിയിൽ നടന്ന ഒരു തലമുറ, ആ തലമുറ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തെ അറിയാത്തൊരു തലമുറ എഴുന്നേറ്റു. എന്തുകൊണ്ട് ആ തലമുറ എഴുന്നേറ്റത്? ഈ സങ്കീർത്തനം 78 ഡ്യൂട്ടറോണമി ചാപ്റ്റർ 6 വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ട് ഒരു ദൈവത്തെ അറിയാത്ത ഒരു തലമുറ എഴുന്നേൽക്കാൻ കാരണം എന്താ? ആരുടെ ഫെയിലർ? അത് നമ്മുടെ ഫെയിലർ അല്ലെ? പാരന്റ്സ് fail to teach their children, so that they may set their hope in God. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാതിരിക്കാൻ തക്കവണ്ണം എന്ത് ചെയ്തു? അവരുടെ ഹൃദയം മാറിപ്പോയി. അപ്പോൾ what I want to say is, നമ്മുടെ തലമുറകൾ നമ്മൾ ഇമ്പാക്ട് ചെയ്യണം. ഞാൻ ഈ ഇടയ്ക്ക് ഡോക്ടർ ഗ്രെഗ് സ്റ്റിയർ, നിങ്ങൾക്കത് യൂട്യൂബിൽ അടിച്ചു നോക്കി അറിയാം, പുള്ളിക്കാരൻ ഞങ്ങളുടെ ചാപ്പലിൽ വന്നിട്ടുണ്ടായിരുന്നു. അമേസിങ് മാൻ ഓഫ് ഗോഡ്. പുള്ളി ഒരു സ്ട്രീറ്റ് കിഡായി വളർന്നതാണ്. സ്ട്രീറ്റ് കിഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ, നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ലായിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും. പുള്ളി ടെസ്റ്റ് മണിയൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞങ്ങൾക്ക് ഈ ആഴ്ച ചാപ്പലിൽ പുള്ളിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളി 12-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടാൻ കാരണം പുള്ളിയുടെ കുടുംബം എന്ന് വെച്ചാൽ ഗ്യാങ്സ്റ്റേഴ്സ് ആയിരുന്നു. ഭയങ്കര തല്ലിപ്പുള്ളികൾ, ഡ്രഗ്സും ഗ്യാങ്സ്റ്റേഴ്സ്, കൊലപാതകവും ഇങ്ങനെ നടക്കുന്ന തലമുറ. ഇവന്റെ അപ്പൻ ഡോക്ടർ ഗ്രെഗിന്റെ അപ്പൻ ആരാന്ന് അറിയത്തില്ല, ബിക്കോസ് അമ്മ പല കല്യാണം കഴിച്ച ആളാണ്, അമ്മ പല മീൻസ് അങ്ങനെ. പക്ഷേ ഇവഞ്ച്വലി ദൈവം പുള്ളിക്കാരനെ, അമ്മയെ ദൈവത്തിലേക്ക് നയിക്കാൻ ദൈവം ഇടയാക്കി. 3 വർഷം സുവിശേഷം പറഞ്ഞ് അതുപോലെ ഹോൾ ഫാമിലി ദൈവത്തിലേക്ക് വന്നു. പക്ഷെ ഞാൻ പറയുന്നത് ഈ ഡോക്ടർ ഗ്രെഗ് സ്റ്റിയർ 12 വയസ്സായപ്പോൾ പുള്ളിയെ രക്ഷിക്കപ്പെടാൻ ഇടയാക്കിയ അങ്കിൾ ജാക്ക് എന്ന് പറയും, ഭയങ്കര തല്ലിപ്പുള്ളിയായിരുന്ന അങ്കിളായിരുന്നു. അങ്കിൾ രക്ഷിക്കപ്പെടാൻ യാങ്കി എന്ന് പറഞ്ഞൊരു ഗ്യാങ്സ്റ്റർ ആയിരുന്ന മനുഷ്യനാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്തു പറഞ്ഞാൽ 12 വയസ്സുള്ള ഗ്രെഗിനോട് പറഞ്ഞു, നീ പോയി വെള്ളിയാഴ്ച ഒരു വൈകുന്നേരം ഭയങ്കര തിരക്കുള്ള ഒരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് അവിടെ പോയി ഇരുന്നിട്ട് 1/2 മണിക്കൂർ ഈ കടന്നു പോകുന്ന ആൾക്കാരെ ഒബ്സർവ് ചെയ്യണം. എന്നിട്ട് നീ ഇമാജിൻ ചെയ്യണം, ഇവരെ നോക്കണം. എന്നിട്ട് നീ ഇമാജിൻ ചെയ്യണം അവരുടെ ഫോർഹെഡിൽ, അവരുടെ നെറ്റിയില് ബൗണ്ട് ടു ഹെൽ എന്നുവെച്ചാൽ നരകത്തിലേക്ക് പോകുന്നവൻ എന്നുള്ള ലേബൽ നെറ്റിയിൽ ഒട്ടിച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു. ഈ കുഞ്ഞുങ്ങൾ, ആൾക്കാർ, വലിയവർ ഇങ്ങനെ പോകുന്ന പുള്ളി കുറച്ചു നേരം ഇങ്ങനെ നോക്കി. ആദ്യം വിചാരിച്ചു ഇത് ഒരു കാര്യമുള്ളൂ, എക്സസൈസ്, ഇങ്ങനെ ആൾക്കാരെ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വാസ് കൺവിക്റ്റഡ്. പുള്ളി അങ്ങ് കരയാൻ തുടങ്ങി. എന്താണ് ഈ ആൾക്കാർ എങ്ങോട്ടാ പോകുന്നത്? ഹെൽ ബൗണ്ട്. അപ്പൊ വാട്ട് ഈസ് ദ റെമഡി? എന്താണ് ഈ ഹെൽ ബൗണ്ട്? ആൾക്കാർ നരകത്തിൽ നിന്ന് പോകുന്നതിനുള്ള മറുപടി എന്താണ്? ആരാണ് അതിനുള്ള പരിഹാരം? ആരാണ്? യേശു ക്രിസ്തു. D.L. മൂഡി ഇങ്ങനെ പറയുന്നുണ്ട്, ലെറ്റ് us get back to the simple gospel. എന്താണ് സിമ്പിൾ ഗോസ്പൽ? ലെറ്റ് us come back to the simple gospel. നമുക്ക് വേറൊരാളോട് ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും സിമ്പിൾ ഗോസ്പൽ. ഞാൻ സാധാരണ ഗോസ്പൽ പറയുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കാറ്. എനിക്ക് അതിനുള്ള ഇപ്പം ഞാൻ ആ രീതിയിൽ ഞാൻ ഈ എന്റെ കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. പക്ഷെ D.L. മൂഡി ഇങ്ങനെ പറയുന്നത്, ലെറ്റ് ഗെറ്റ് ബാക്ക് ടു ദ സിമ്പിൾ ഗോസ്പൽ. എന്താണ് സിമ്പിൾ ഗോസ്പൽ? ക്രൈസ്റ്റ് ഡൈഡ് for our sins. അങ്ങനെ അറിയണമെങ്കിൽ എന്തിനാണ്? we must know Christ at Calvary first. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മൾ അറിയണം. എന്താണ്? as our substitute. നമുക്ക് വേണ്ടി പ്രായശ്ചിത്തം, നമുക്ക് പകരമായി മരിച്ച യേശു ക്രിസ്തുവിനെ നിങ്ങൾ കാൽവരിയിൽ കാണണം. നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനായിട്ട് നിങ്ങൾ യേശുവിനെ കാണണം. and the moment we accept him as our savior and redeemer, then it is that we become partakers of the gospel. നമ്മൾ ഈ ക്രൂശിക്കപ്പെടുന്ന യേശുവിനെ കാണുമ്പോൾ, യേശുക്രിസ്തു നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടായി തീർന്നു എന്ന് അറിയുമ്പോൾ,
ആൻഡ് ദ മൊമെന്റ് നമ്മൾ യേശുക്രിസ്തുവിനെ കർത്താവ് രക്ഷിതാവ് നമ്മുടെ വീണ്ടെടുപ്പുകാരനായി അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഗോസ്പലിന് പാർട്ടേക്കായി തീരുന്നത്. ആൻഡ് വെൻ യു ലുക്ക് അറ്റ് അനദർ പേഴ്സൺ, നിങ്ങൾക്ക് കാണാമോ അവരുടെ നെറ്റിൽ ഹെൽ ബൗണ്ട് എന്നുള്ള ഒരു ലേബൽ കാണാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, നരകം റിയലാണ്. എന്തോ നരകം റിയലാണ്. സോ വാട്ട് ഐ വാണ്ട് ടു സേ ഈസ്, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ എങ്ങനെ ഒരാളിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ഞാൻ തന്നെയാണല്ലോ കർത്താവെ. ഒരാളിനെ ഇൻഫ്ലുവൻസ് ചെയ്താൽ മതി. അതിന് എക്സാമ്പിൾ ഞാൻ രണ്ട് എക്സാമ്പിളോട് തന്നിട്ട് ഞാൻ നിർത്തുവാണ്. ബൈബിളിൽ തന്നെ ജെനസിസ് ചാപ്റ്റർ 18 ആണെന്ന് തോന്നുന്നു, ഉൽപ്പത്തി 18-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അബ്രഹാമിനെ തെരഞ്ഞെടുത്തതിനെ പറ്റി ദൈവം ടെസ്റ്റിഫൈ ചെയ്യുന്ന കാര്യം പറഞ്ഞത്. അബ്രഹാമിനെ തെരഞ്ഞെടുത്തപ്പോൾ ദൈവം സാക്ഷ്യം പറയുന്ന ഒരു കാര്യമാണ്. അബ്രഹാമിനെ ഞാൻ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? ഒരു മനുഷ്യൻ, അബ്രഹാം വിഗ്രഹാരാധിയായിരുന്ന അബ്രഹാമിനെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം പറയുന്നതാണ് 19-ാം വാക്യത്തില്. എനിക്കറിയാം എന്തുവാണ്, ദാറ്റ് ഹി മേ കമാൻഡ് ഹിസ് ചിൽഡ്രൻ. ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി. അബ്രഹാമിനെ തെരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു അവന്റെ കുഞ്ഞുങ്ങളെ ഇൻസ്ട്രക്ട് ചെയ്യും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. നിങ്ങൾക്കറിയാലോ, അബ്രഹാമിനെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞാണ്, നിന്നിലൂടെ സകല ജാതികളെയും ഞാൻ അനുഗ്രഹിക്കും. ഇസ്രായേൽ മക്കളെ മാത്രമല്ല, ഇസ്രായേൽ മക്കളെ ഫസ്റ്റ് ജ്യൂ അബ്രഹാമാണ്, അബ്രഹാമിന്റെ സന്തതിയാണ് ജൂയിഷ് പീപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ ആ ജൂയിഷ് പീപ്പിളിലൂടെ മെസ്സിഹ ആ ജീനിയോളജിയിലൂടെ വന്നു കഴിഞ്ഞിട്ട് സകല ജാതികളെയും അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിന്റെ ഒരു പ്ലാൻ. അപ്പോൾ ദൈവത്തിന് അറിയാവുന്ന അബ്രഹാമിനെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അബ്രഹാം അവന്റെ തലമുറകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നറിയാം. അതിന് വേറൊരു എക്സാമ്പിളോട് ഈ മോഡേൺ ഡേയിൽ ഒരു എക്സാമ്പിളോട് പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാം, ബൈബിൾ സത്യമല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് എപ്പോഴും ചലഞ്ച് ചെയ്യാനുള്ള ഒരു കാര്യമാണ്, ഇസ്രായേൽ കൺട്രി ഓഫ് ഇസ്രായേലിന്റെ കാര്യമെടുത്ത് ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇസ്രായേലിന്റെ ദൈവം അല്ലെങ്കിൽ ബൈബിളിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് നിങ്ങൾക്കറിയാം. 2000 വർഷം മുമ്പ് രാജ്യമല്ലാതായി പോയ ഒരു ജനമാണ് ഇസ്രായേൽ. 1948 എനിക്കിതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് തരുന്നൊരു കാര്യമാണ് കേട്ടോ. 1948 രാജ്യമല്ലായിരുന്ന ഒരു രാജ്യമായി തീരുവാൻ 1948 ഇസ്രായേൽ വീണ്ടും രാജ്യമായി തീരും. 2000 വർഷം രാജ്യമില്ലാതെ ഭാഷയില്ലാതെ ലോകം മൊത്തം ഉഴന്ന് നടന്ന ഒരു ജനതയെ, ദൈവത്തിന്റെ പ്രോമിസ് പീപ്പിളിനെ ദൈവം തിരികെ കൊണ്ടുവന്നതാണ് 1948. നിങ്ങൾക്കറിയാം, ഒരു രാജ്യമായി തീരണമെങ്കിൽ എന്ത് വേണം? 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു രാജ്യം ആയി തീരണമെങ്കിൽ യു നീഡ് ടു ഹാവ് യുവർ ഓൺ ലാൻഡ്. നിങ്ങൾക്ക് സ്വന്തമായൊരു ഭൂമി വേണം, സ്വന്തമായൊരു ലാംഗ്വേജ് വേണം. നിങ്ങൾ അറിയാമോ, ഹീബ്രു, ഇപ്പൊ ഇസ്രായേലിന്റെ ഭാഷ ഏതാണ്? ഹീബ്രു അല്ലെ? സ്പോക്കൺ ലാംഗ്വേജ് ഇസ് ഹീബ്രു. പക്ഷെ നിങ്ങൾക്കറിയാമോ, for 2000 years Hebrew language was a dead language. അത് റിലീജിയസ് ലാംഗ്വേജ് ആയിട്ട് മാത്രം. AD 73 യെരുശലേം ദേവാലയം തകർക്കപ്പെട്ടപ്പോൾ ഹീബ്രു ലാംഗ്വേജ്, എബ്രായ ഭാഷ സംസാര ഭാഷയിൽ അല്ലാതെ മരിച്ചു. ഇറ്റ് വാസ് എ ഡെഡ് ലാംഗ്വേജ്. അത് മരിക്കപ്പെട്ടു. സ്റ്റിൽ ഇറ്റ് വാസ് എലൈവ് ത്രൂ ഇത് തോറ പഠിപ്പിക്കുന്നതിലൂടെയും അങ്ങനെ മാത്രം. ഇത് റിലീജിയസ് ആ കോണ്ടെക്സ്റ്റിൽ മാത്രം ഇത് പഠിക്കാൻ മാത്രം ഉപയോഗിച്ചിരുന്നു. വെച്ചാൽ ഈ മുസ്ലിംസ് ഇപ്പൊ അറാബിക് പഠിക്കത്തില്ലയോ, അറാബിക് ഖുറാൻ വായിക്കുന്നത് പോലെ ഇവർ തോറ പഠിച്ചിരുന്നു. പക്ഷേ towards the end of 19th century, towards the end of 20th century, that is 1990, towards the end of 19th century, എന്ന് വെച്ചാൽ 1800 എൻഡ് ഓഫ് വന്നപ്പോൾ സയനിസം എന്ന് പറഞ്ഞൊരു നിങ്ങൾക്ക് അറിയാവുന്ന തരത്തില്ല. ഞാനിതൊക്കെ ഒത്തിരി വർഷങ്ങളായിട്ട് എനിക്ക് ദൈവത്തെയും ഇസ്രായേലിനെ എനിക്ക് ഐ എം എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ് ആക്ച്വലി. അപ്പൊ ഞാൻ ഇതൊക്കെ ഇങ്ങനെ വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു പണ്ട്. സോ 19th സെഞ്ചുറി അവസാനം ആൾക്കാർ സയനിസം എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായ ഒരു രാജ്യമാണ്. കാരണം ഇവർക്ക് ഏത് രാജ്യത്ത് പോയാലും ഇവർ പീഡിപ്പിക്കപ്പെടുന്നു, ഇവരെ ഒരു ജനമല്ലാത്ത രീതിയിൽ ഇവരെ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി നമുക്കൊരു സ്വന്തമായൊരു ലാൻഡ് വേണം, സ്വന്തമായൊരു ഭാഷ വേണം. നിങ്ങൾക്കറിയാമോ, ഈ ഡെഡ് ആയ ഹീബ്രു ലാംഗ്വേജിനെ there is a man called one man, അബ്രഹാമിനെ പോലെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വന്ന്, എസെക്കിയേൽ ബെൻ യഹൂദ. ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടുന്ന ഒരു പേരാണ്, എസെക്കിയേൽ ബെൻ യഹൂദ. ഇസ്രായേൽ ഹിസ്റ്ററിയിൽ ഭയങ്കര സ്ഥാനമുള്ള ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ തീരുമാനിച്ചു, സയനിസ്റ്റ് ആയിരുന്നു പുള്ളി വിചാരിച്ചു, ഞാൻ ഹീബ്രു ലാംഗ്വേജ് നമുക്ക് റിവൈവ്, ഒരു ഭാഷ വേണമല്ലോ, അതിന് ഹീബ്രു ലാംഗ്വേജ്
റിവൈവ് ചെയ്തെങ്കിലേ നമുക്ക് സ്വന്തം ഒരു രാജ്യം ഉണ്ടാവുള്ളൂ. സോ ഹി ഡിസൈഡഡ് ടു സ്പീക്ക് ടു ഹിസ് ചൈൽഡ്. പുള്ളിയുടെ മകനുണ്ടായപ്പോൾ ഞാൻ എൻ്റെ മകനോട് ഹീബ്രുവിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് പുള്ളിയും ഭാര്യയും കുഞ്ഞിനോട് ഹീബ്രു ലാംഗ്വേജ് സംസാരിക്കുന്നത്. ഇറ്റ് വാസന്റ് ഈസി, ലെറ്റ് മീ ടെൽ യു ദാറ്റ്. അപ്പം പുള്ളി കാരണം കുഞ്ഞ് 3 വയസ്സ് വരെ സംസാരിക്കാൻ ഇടയായി തീർന്നില്ല, സംസാരിക്കാതെ ഡിലേഡ് സ്പീച്ച് ആയിരുന്നു. അപ്പം 3 വയസ്സ് അപ്പൊ പുള്ളിക്കാരന് ഈ എക്സ്പെരിമെന്റ് നടക്കുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. സോ വാട്ട് ഹി ഡിഡ് വാസ് ഹി സ്പോക്ക് ടു ഹിം ഇൻ ഹീബ്രു. ഇത് കണ്ടിട്ട് 1-2 ഫ്രണ്ട്സ് കൂടി സംസാരിക്കാൻ തുടങ്ങി ഈ പുള്ളി. അങ്ങനെ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയെ പുള്ളി ഹീബ്രു ലാംഗ്വേജ് പഠിപ്പിച്ചു. എന്നിട്ട് ഹീബ്രു ലാംഗ്വേജിൽ ഡിക്ഷണറി ഇറക്കിയതാരാന്ന് പറയുമ്പോൾ ഈ എലിയാസർ ബെൻ യഹൂദയാണ്. എന്ന് വെച്ചാൽ ഹീബ്രു ലാംഗ്വേജിൽ പല വാക്കുകളില്ലായിരുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണ്, ഇപ്പം കയർ എന്ന് പറയുവാണെങ്കിലോ അല്ലെങ്കിൽ വെള്ളം എന്നൊക്കെ പറയുവാണെങ്കിൽ അതിന് ഞാൻ എക്സാമ്പിൾ പറയാം, അതിന് ഇല്ലായിരുന്നു. ഈ പല വേർഡ്സും കോയിൻ ചെയ്ത് ഡിക്ഷണറി ആക്കിയത് ബെൻ യഹൂദയായിരുന്നു, എലിയാസർ ബെൻ യഹൂദ. അപ്പൊ വാട്ട് ഐ എം സേയിങ് ഈസ് one woman can influence a generation. One man, one woman can change the world. ദൈവം നമ്മളെ ചേഞ്ചേഴ്സ് ഓഫ് വേൾഡ് ആയിട്ട്, ദൈവം നമ്മളെ ലോകത്തെ മാറ്റിമറിക്കുന്നവരായിട്ട് ദൈവം വിളിച്ചിരിക്കുന്ന ദൈവമക്കളെ. അപ്പം ലെറ്റ് us influence our children. നമ്മുടെ കുഞ്ഞുങ്ങളോട് യേശുക്രിസ്തുവിലുള്ള രക്ഷ, ഫെയ്ത്ത് അലോൺ ആൻഡ് ത്രൂ ക്രൈസ്റ്റ് അലോൺ എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. യേശുവിന്റെ മാത്രമാണ് രക്ഷയെന്നും വിശ്വാസത്താൽ മാത്രമാണ് രക്ഷയെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. സോ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഒരു വ്യക്തിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ മകനിലൂടെ ഈ ലോകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ലെറ്റ് us pray for them. What can you do for them? Pray, give, go. എവിടേക്ക് പോകും? We can go to the nations, but nations are around you, or the nations are in your family. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവാം. Let's go to them. As D.L. Moody പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് യേശുവിലേക്ക് നയിക്കാൻ പറ്റുള്ളെങ്കിലും ആ വ്യക്തിയുടെ ഒരു സ്റ്റഡി സ്ട്രീം ഓഫ് പീപ്പിൾ ആയിരിക്കും. ഞാൻ എക്സാമ്പിൾ ഒന്നും പറയുന്നത്, എത്രയോ പേര് ഒരു വ്യക്തി സുവിശേഷം പറഞ്ഞതാണ് ആ വ്യക്തി അനേകരെ ദൈവത്തിന് വേണ്ടി നേടിയത്. സോ ഐ വുഡ് ലൈക്ക് ടു ചാലഞ്ച് യു, ലെറ്റ്സ് ബി ഇൻഫ്ലുവൻസേഴ്സ്. Let's influence the next generation. നിങ്ങൾ എനിക്ക് ജോലിയെ പറ്റി ആ ഭാരം, അല്ലെങ്കിൽ ഇപ്പൊ കടബാധ്യത, പൈസ, അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി വലിയ വീട് മേടിക്കണം. എന്റെ പ്രിയ ദൈവമക്കളെ, ഇതെല്ലാം നമ്മൾ ഇട്ടിട്ട് പോകുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം നമ്മുടെ ഇപ്പം നമ്മുടെ നെക്സ്റ്റ് മൊമെന്റ് എന്താണെന്ന് നമുക്കറിയത്തില്ല. എങ്ങനെ നമ്മൾ ഇപ്പം നിങ്ങൾക്ക് കോറി ടെൻ ബൂമിന്റെ സ്റ്റോറി വായിച്ചു നോക്കിയാൽ ജൂയിഷ് പീപ്പിളിനെ പെട്ടെന്ന് കോൺഫിസ്കേറ്റ് ചെയ്ത്, ആ ഹിറ്റ്ലറുടെ സമയത്തും വളരെ റിച്ച് ആയിരുന്ന പീപ്പിളാണ്. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് നിങ്ങളത് വായിച്ചു നോക്കിയാൽ അറിയാം ഹിസ്റ്ററി. വളരെ പോഷായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരെ ഒറ്റ ദിവസം കൊണ്ട് അവരെ ജൂയിഷ് പീപ്പിൾ ആയതുകൊണ്ട് മാത്രം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി അവരുടെ പ്രോപ്പർട്ടീസിനെല്ലാം കോൺഫിസ്കേറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നു. എത്രയോ പേർ ഹാർട്ട് അറ്റാക്കായി മരിക്കുന്നു, എത്രയോ പേർ ലോകം വിട്ടു പോകുന്നു. അല്ലെ, നമുക്ക് നമ്മുടെ ജീവിതം വളരെ ടെമ്പററി. ഓൺലി വൺ ലൈഫ്. വാട്ട് വി ഡു ഫോർ ദ ലോർഡ് വിൽ സ്റ്റാൻഡ്. ലൈക്ക് C.T. സ്റ്റഡ് പറഞ്ഞത്, ഓൺലി വൺ ലൈഫ്. ലെറ്റ്സ് യൂസ് ഇറ്റ് ഫോർ ദ ലോർഡ്. അത് വേറൊരാളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, നമ്മുടെ മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ. ലെറ്റ്സ് യൂസ് ഇറ്റ് ഫോർ ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ദൈവം നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയ പിതാവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുക കർത്താവേ. ലോർഡ്, അങ്ങേ സ്നേഹിപ്പാൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ അങ്ങേ സ്നേഹിപ്പാനും ഈ വചനം കർത്താവ് ഞങ്ങളുടെ തലമുറയോട് പറയുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിന് കർത്താവെ പഠിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. So that they may set their hope in you, Lord. കർത്താവേ, you are the hope of hopeless, Lord. You are the hope of this nation, Lord. You are the hope of America, Lord. You are the hope of India, Lord. You are the hope of Manipur, Lord. Lord, I pray that കർത്താവേ, we will have that vision, കർത്താവേ. അങ്ങയുടെ ഹൃദയത്തിന്റെ ഭാരം ഷെയർ ചെയ്യുന്നവരായിരിക്കും എന്നൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രേരണ അനുഗ്രഹിക്കണം കർത്താവ്. ഒക്ലഹോമ ചർച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. ആമേൻ.